ഹലോ. അപ്പോൾ ഇതാണ് ദഹി പൂരി എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതുണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തൊണ്ടോട് കൂടിയാണ് പുഴുങ്ങിയേക്കുന്നത്. ഇങ്ങനെ പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ്, ഉരുളക്കിഴങ്ങ് കഴിച്ച ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് ഇതുപോലെ തോലോട് കൂടി പുഴുങ്ങിയിട്ട് തോല് റിമൂവ് ചെയ്താൽ ഗ്യാസ് കുറയുമെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇവിടെ മോസ്റ്റ്ലി എല്ലാവരും അത് തോലോട് കൂടി കഴുകിയിട്ട് പുഴുങ്ങിയെടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം. പിന്നെ കുറച്ച് സവോള അരിഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഫസ്റ്റ് തന്നെ എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈന്തപ്പഴം, ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞ, അല്ലെങ്കിൽ കുരു ഇല്ലാത്ത ഈന്തപ്പഴവും വാളൻ പുളിയും കൂടി ചേർത്ത് കുക്കറിൻ്റെ അകത്തിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുകയോ, ഇതിൻ്റെ എന്താ പറയുക, ചണ്ടിയൊക്കെ കളഞ്ഞ് നല്ല ഒരു കൊഴുപ്പ് രീതിയിലാക്കി എടുക്കേണ്ടതാണിത്. വേറൊന്നുമില്ല, ഈന്തപ്പഴവും പുളിയും കൂടി വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ മിക്സിക്കകത്തിട്ട് അടിച്ചാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നല്ല അരിപ്പയ്ക്കകത്തിട്ട് കുറച്ച് ടൈം എടുക്കും. ഇതിൻ്റെ പൾപ്പ് മാത്രം എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്വീറ്റ് ഇതുണ്ട്. ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പുറത്തൊക്കെ നമുക്ക് കോൺഫ്ലവറും ശർക്കരയും പുളിയും കൂടെ ചേർത്തിട്ടുള്ളതാണ് കിട്ടുന്നത്. പക്ഷേ റിയലായിട്ട് ഇതിന് ഈന്തപ്പഴവും കൂടി ചേർത്താനാണ് നല്ല റിയൽ ടേസ്റ്റിൽ നല്ല ഒരു ഇതിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിത് അടിച്ചെടുക്കുകയാണ്. ഇത് ചൂട് മാറിയിട്ടുണ്ട് ഏകദേശം. അതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്തതിന് ശേഷം വേണേൽ നമുക്കിത് അരിച്ചെടുക്കാം. ഇതിൻ്റെ ഫുൾ പൾപ്പ് മാത്രമായിട്ട് എടുക്കാം. പിന്നെ ചിലപ്പോൾ കുറച്ച് അടിച്ചെടുത്താലും ചെറിയ ഈന്തപ്പഴത്തിൻ്റെ ചെറിയ പീസുകളൊക്കെ ഉണ്ട്. അങ്ങനെ എടുത്താലും ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് 2-3 ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഒരാഴ്ചത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് കേടാവത്തില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഈ ഒരു സ്വീറ്റ് ചട്നി പോലെയാണ്. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കളർ ഒരു ലൈറ്റ് കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വേവിച്ച് തന്നെ കുക്കറാണ്. ആ കുക്കർ അടുപ്പിൽ വെക്കുക. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് കുറുക്കിയെടുക്കണം. ഇതിൻ്റെ അകത്ത് 2-3 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. ഈ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എരിവ്, പുളി, മധുരം, ഈ ഒരു എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ചട്നി. നല്ല ടേസ്റ്റാണ്. ഇത് പാവ് ബജി, വേറെ വെറൈറ്റി കുറേ നോർത്ത് ഇന്ത്യൻ ചാട്ടുകളുണ്ട്. അതിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യാനും ഈ ഒരു സ്വീറ്റ് ചട്നിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളപ്പിച്ച് എല്ലാം വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് നല്ലൊരു ബ്ലാക്ക് കളറായി, ഒരു ബ്ലാക്കിഷ് പോലത്തെ നല്ല ഡാർക്ക് കളറായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് അടുത്തായിട്ട് ചേർക്കേണ്ടത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് ചേർക്കേണ്ടത് ശർക്കരയാണ്. ശർക്കര നമുക്ക് ഇവിടെ ഇതുപോലെ ഡപ്പയ്ക്കകത്ത് ക്ലീൻ ചെയ്ത് നല്ല അഴുക്കുകളൊന്നുമില്ലാത്ത നല്ല ശർക്കരകളാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചിരണ്ടി എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു തിക്ക് കുഴമ്പ് രൂപത്തിലായിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നമ്മൾ 2-3 ഈന്തപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി എടുത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈന്തപ്പഴം എടുത്തതിൻ്റെ 1/4 ഭാഗം, എത്രയാണോ നമ്മൾ ഈന്തപ്പഴം എടുത്തത് ആ ഈന്തപ്പഴത്തിൻ്റെ ഒരു 1/4 ഭാഗത്തിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടില്ലെന്ന് പറയാം. ആ ഒരു രീതിക്കാണ് ഞാൻ പുളി എടുത്തേക്കുന്നത്. ശർക്കര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകം, പിന്നെ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറ് ചേഞ്ചായി വരും. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഒരു തിക്ക് കുറുകിയ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് തിളയ്ക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഇതുപോലെ പതയൊക്കെ വന്ന് ഇതിൻ്റെ കളറ് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ചട്നിയാണ് ഈ ഒരു ദഹിപ്പൂരിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എരിവ്, പുളി, മധുരം ഈ 3 കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ്. നല്ലൊരു ടേസ്റ്റാണ്. ഈ ചട്നി വെറുതെ കഴിക്കാനൊക്കെ വളരെ രുചിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വെറുതെ ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ വാങ്ങി നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ പൂരിക്കകത്തോട്ട് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിന് വേണ്ട പൂരി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ റെഡിമെയ്ഡ് പപ്പടം പോലെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു പൂരിയാണ് കിട്ടുന്നത്. നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും, ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഇതുപോലത്തെ പപ്പടമാണ് വാങ്ങിക്കുന്നത്. അത് വാങ്ങിച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ സാധാരണ പപ്പടം കാച്ചുന്ന പോലെ തന്നെ
ചെയ്യാണ്. അത്രയും തന്നെ എണ്ണ മതി ഓയിൽ. അപ്പോൾ ഇതിന് എന്താ പറയുക, അധികം ഓയിലൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് കോക്കനട്ടിൻ്റെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ ഒന്നും അത്ര ഇതല്ല. അതുകൊണ്ട് ഇനി കോക്കനട്ട് ഓയിലുണ്ടെങ്കിൽ അതിലും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഇതിൽ എണ്ണയൊന്നും കുടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വരുമ്പം ഇതിനകത്ത് ചെറിയ ചെറിയ പൊട്ടിയ പൂരികളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ഒടിഞ്ഞ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ഫുള്ള് ബോളായിട്ട് വരത്തില്ല. അതൊക്കെ നമുക്ക് വേസ്റ്റ് അല്ലെങ്കിൽ വെറുതെ കഴിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എണ്ണ ചൂടായപ്പം 3-4 എണ്ണം ഇട്ട് കൊടുത്തു. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആവും. തീ വളരെ കുറച്ച് വെക്കണം. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഓരോ സൈഡ് ആകുന്നതനുസരിച്ച് നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അധികം എണ്ണയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എണ്ണ അധികം മിച്ചം ഉണ്ടാവില്ല, വേസ്റ്റ് ആവണ്ടല്ലോ. അപ്പോൾ അത് ഇതുപോലെ ഇതൊക്കെ മുറിഞ്ഞ പപ്പടമാണ്. ഇതൊന്നും ഫുള്ളായിട്ട് പൊന്തി വരത്തില്ല. അപ്പോൾ നല്ല പൂരികളൊക്കെ നല്ലതായിട്ട് ബോൾ പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇത് ചുങ്ങി പോകത്തേ ഇല്ല, കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇത് സാധാരണ നമ്മുടെ പൂരി പോലെ ചൂടാറിക്കഴിഞ്ഞാലും അങ്ങനെ ചുങ്ങിപ്പോകാണ്ട് ഇതുപോലെ തന്നെ നമുക്കായിരിക്കും. ഒരു ദിവസം കഴിഞ്ഞാലും നമ്മുടെ എയർ ടൈറ്റ് കണ്ടെയ്നറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇത് അതുപോലെ തന്നെ ഇരിക്കും. വെറുതെ കഴിക്കാനും നല്ലൊരു ക്രിസ്പിയാണ്, വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു പൂരിയാണിത്. അപ്പോൾ നമ്മൾ പൂരികളെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം നമ്മളിതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ലാസ്റ്റ് ഇതിന് വേണ്ട ഐറ്റംസ് എല്ലാം സെപ്പറേറ്റ് നമ്മളാക്കി വെച്ചതിന് ശേഷമാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ എളുപ്പമാണ്. അങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തും വേവിക്കേണ്ടതെല്ലാം വേവിച്ച് പെറുക്കി ഒന്ന് വെക്കേണ്ട ആ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ല എന്താ പറയുക, കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വയറിനൊക്കെ നല്ല സുഖമാണ്. ഇതിൻ്റെ അകത്ത് മല്ലിയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേരുന്നതുകൊണ്ട് നമുക്ക് വയറിൻ്റേതായ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഇവിടെ ഇത് സ്ഥിരമാണ്. നമുക്ക് ഈവനിങ്ങിലൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇതുപോലെ ചെറിയ ചെറിയ ചാട്ടുകൾ, പാനിപ്പൂരി, ദഹിപ്പൂരി ഒക്കെ. അപ്പോൾ നമ്മളിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കളറായില്ലേ, ഈ ഒരു കളറാണത്. ഇത് നമുക്ക് ചൂടാറുമ്പോൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഒരാഴ്ചത്തേക്കൊക്കെയാണ്. ഇപ്പോൾ അധികം നമുക്ക് ഇത്രയും ആവശ്യമില്ല. ഞാൻ ഉണ്ടാക്കുമ്പോൾ അധികം ഉണ്ടാക്കി വെക്കും. എന്നും ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ നമുക്ക് പൂരിയൊക്കെ ഫ്രൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇത് നല്ല കട്ട തൈരാണ്, വളരെ പുളി കുറഞ്ഞ തൈരാണ്, കട്ട തൈരാണ്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര, 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് അതിനൊന്ന് ജസ്റ്റ് നമ്മൾ ലസ്സിയൊക്കെ ചെയ്യുന്ന പോലെ ഒരു ചെറിയൊരു സ്വീറ്റാക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഈ 2 എണ്ണമാണ് ഇതിൻ്റെ അകത്ത് ഒരു ടേസ്റ്റിൻ്റെ പ്രധാന ഘടകമെന്ന് തന്നെ പറയാം. നമുക്കിതിന് ഈ പൂരിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ സ്വീറ്റ് ചാട്ടും അതുപോലെ സ്വീറ്റ് ചട്ടിയും അതുപോലെ തന്നെ ദഹി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പപ്പടത്തിൻ്റെയൊക്കെ ചൂട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പപ്പടമല്ല, ഒരു പൂരി. ആ പൂരി ഇങ്ങനെ വളരെ ചൂടാറി കുറച്ച് നേരമായി, എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. നമുക്കിതിന് വേണ്ട ചെറിയൊരു നാരങ്ങ, ഒരു നാരങ്ങയുടെ അരനാരങ്ങയുടെ നീര് വേണം, കുറച്ച് മല്ലിയില, പിന്നെ പച്ചമുളക് വേണ്ടവർക്ക് ചെറുതായിട്ട് പച്ചമുളക് ചേർക്കാം. ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. പച്ചമുളക് അതുപോലെ തന്നെ ചട്നിയിൽ അത്യാവശ്യം എരിവ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിയിലയും ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ഈ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ടൈമിൽ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണം. ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണം. അധികം കട്ടകളൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുത്ത് വെക്കുക. കുറച്ച് നമ്മൾ സവാള മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിലിടാൻ വേണ്ടി. ഈ ഒരു നല്ല ചെറിയൊരു മിക്സറാണ് സേവ്. ഇതിന് വേണ്ടി സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഇതുപോലെ ചാറ്റുകളിലൊക്കെ ഇടുന്നതിന്. അപ്പോൾ ഇത് നമ്മുടെ ബോംബെ മിക്സറിൻ്റെ അതുപോലെ ചെറിയ മിക്സറെന്ന് പറയാം. ഇത് സെപ്പറേറ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഇത് നമ്മളിനി സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചട്നിയുടെ ചൂടൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പൂരികളെല്ലാം ഇതുപോലെ ജസ്റ്റ് സെൻറ്ററിൽ ഒരു ഹോൾ കൊടുത്ത്, ഇതുപോലെ ഒരു സൈഡിൽ ഒരു ഹോൾ കൊടുത്ത് നമ്മൾ വെക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിംഗ് ഒക്കെ ചെയ്യുന്നത്. പുറത്തൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരു ടോപ്പിൽ മാത്രമേ സ്വീറ്റ് ചട്നി ഒഴിക്കുള്ളൂ. ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലും ടോപ്പിലും ഒഴിക്കും. അതാണ് നമുക്ക് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റി. അപ്പോൾ കുറേശ്ശെ ഫുൾ ഒഴിക്കരുത്, കുറേശ്ശെ സ്വീറ്റ് ചട്നി ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഫുൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൂരിക്കകത്തെല്ലാം ഇത് സ്പീഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പൂരിയുടെ അടിഭാഗം അലുത്ത് വരും. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇനി ഫില്ലിങ് നന്നായിട്ട് സ്പീഡ് ചെയ്യേണ്ടതാണ്.
അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് അതിൻ്റെ കൂട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതും ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഫില്ല് ചെയ്യാൻ. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഒഴിക്കുന്നതിനുള്ളതാണ്. ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ടോപ്പിൽ കുറച്ചും കൂടി നമ്മൾ സ്വീറ്റ് ചട്നി ഒഴിക്കുക. ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഇത് ചെയ്യുമ്പോഴാണ് ഇത് ടേസ്റ്റ്. നമ്മൾ ഫുള്ളായിട്ട് വായിലിട്ട് കഴിയുമ്പോൾ നമുക്ക് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ടോപ്പിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ദഹി, പഞ്ചസാര ഇട്ട് വെച്ചേക്കുന്ന തൈര് ഒഴിക്കുക. അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ ഈ സേവ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ടോപ്പിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ചേർക്കുക. വളരെ ഈസിയാണ്, കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചാട്ടാണിത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നാട്ടിൽ വെറൈറ്റി ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കേ.